ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു JanizTalks. ഞാൻ ജനീഷ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ രണ്ട് രീതിയിൽപ്പെട്ടതാണ്. ഒന്ന്, ഹൗ ടു മേക്ക് മണി ഓൺലൈൻ. നമുക്ക് ഓൺലൈനിലൂടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ജോലികളെ പറ്റി ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ടി വിയിൽ നമുക്ക് പറ്റിയ ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ കാണാനോ അല്ലെങ്കിൽ വീഡിയോ കാണാനോ അങ്ങനെയുള്ള ചെറിയ ടെക്നിക്കൽ വീഡിയോകളും ഞാൻ ഇടാറുണ്ട് അല്ലേ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി നമ്മൾ ഓൺലൈനിൽ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വീട്ടിലിരുന്ന് ജോലി ചെയ്ത് ഓൺലൈനിലൂടെ ജോലി ചെയ്ത് പണം സമ്പാദിക്കാം എന്നുള്ളതിനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം ആമസോൺ അഫിലിയേറ്റ് അല്ലെങ്കിൽ ആമസോൺ അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി ഐ ബട്ടണിൽ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ വീഡിയോ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ആ അസോസിയേറ്റ് പ്രോഗ്രാമിലൂടെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു, അഡ്വർടൈസ്മെൻറ്റ് ലിങ്കുകൾ ജനറേറ്റ് ചെയ്ത് ആ ലിങ്ക് വഴി ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കുമ്പം നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്ക് പണം വരുന്ന ഒരു ടെക്നോളജിയെ പറ്റിയാണ് ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അത്തരത്തിൽ മറ്റുള്ളവരിലേക്ക് ഈ ലിങ്കുകൾ എത്തിച്ചു കൊടുക്കുന്നതിനായി നമ്മൾക്ക് എന്ത് ഫെസിലിറ്റികളൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ അടുത്ത വീഡിയോകളിലൂടെ പറഞ്ഞു തരാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടാമതായി ഞാൻ പറഞ്ഞ ആ മറ്റൊരു ഫെസിലിറ്റി ആയിരുന്നു നമ്മളുടെ ഒരു സ്വന്തമായിട്ടുള്ളൊരു വെബ്സൈറ്റ്. എങ്ങനെ സ്വന്തമായി ഒരു പ്രൊമോഷൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ലാൻഡിംഗ് പേജ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആ വീഡിയോ ഇനിയും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ തൊട്ട് മുകളിലുള്ള ഐ ബട്ടണിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക്, അതിൽ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഈ പറയുന്ന രണ്ട് വീഡിയോകളുടെയും ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പോയി കാണാം. ഇന്ന് അതിൻ്റെ തുടർച്ചയെന്നോണം ഞാൻ പറയാൻ പോകുന്നത്, അത്തരത്തിലും നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾക്ക് അത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ലിങ്കുകൾ ഉണ്ടാക്കി. ഇനി ആ ലിങ്കുകൾ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത് ഇന്ത്യയിലല്ല, മറിച്ച് മറ്റൊരു രാജ്യത്ത്, ഉദാഹരണത്തിന് US-ലോ UK-ലോ ഫ്രാൻസിലോ ജപ്പാനിലോ അത്തരത്തിലൊരു രാജ്യത്താണ് നമ്മൾക്ക് സെയിൽസ് നടത്തേണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കുക. എങ്ങനെ നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ് അവിടെയുള്ളവർ കാണും? നിങ്ങൾക്കറിയാം, നിങ്ങൾക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ലിങ്ക് ഉണ്ട്. പക്ഷേ അത്തരത്തിൽ അവിടെയുള്ള ആൾക്കാരിലേക്ക് ആ ലിങ്ക് എങ്ങനെ എത്തിക്കാം, അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വെറും സിമ്പിളാണ് കാര്യം. നമുക്ക് അവർക്ക് ഇമെയിൽ അയച്ചു കൊടുക്കാം. ആ ലിങ്കുകൾ നമുക്ക് അത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് ഇമെയിൽ അയച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാകും, ആ രാജ്യത്തുള്ള ആൾക്കാരുടെ ഇമെയിൽ ID ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും? അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മളുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകളുമായി വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതും കാണാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിലുള്ളവരുടെയോ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്ത് തന്നെയുള്ളവരുടെയോ മെയിൽ IDകൾ നമ്മൾ എവിടെ നിന്നെങ്കിലും എടുത്ത് ഒരു മെയിലിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. മെയിലിംഗ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ചെറിയൊരു 10-20 അല്ല, ആയിരക്കണക്കിനോ 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ മെയിൽ IDകൾ നിങ്ങൾക്ക് എങ്ങനെ സമ്പാദിക്കാം, അതിലൂടെ ഒരു മെയിലിംഗ് ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഈ മെയിലിംഗ് ലിസ്റ്റിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ബൾക്ക് മെയിലർ എന്ന് പറയുന്ന ഒരു സംവിധാനം വേണം. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ ഒന്നിച്ച് കുറേ മെയിലും അയച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ അത് കസ്റ്റമറുടെ അടുത്ത് പോയി എത്തിച്ചേരും. അതിനുശേഷം പിന്നീട് അവരുടെ സ്പാം മെയിലിലേക്കായിരിക്കും പോവുക. അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഓരോ പ്രാവശ്യവും കുറച്ച് മെയിലായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ മെയിലായിട്ടോ, അപ്പോൾ 2-3 മെയിൽ ID മാത്രം ആയിട്ട് ഒരു പ്രാവശ്യം മെയിൽ അയക്കുക, പിന്നെയും പതുക്കെ മെയിൽ അയക്കുക, അങ്ങനെ 3-4 മെയിലുകൾ മാത്രമായി കുറച്ച് മെയിലുകളായിട്ട് അയക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ മെയിലുകൾ സ്പാം ഫോൾഡറിൽ പോകാതെ നമ്മുടെ പർട്ടിക്കുലർ അല്ലെങ്കിൽ ടാർഗറ്റഡ് പേഴ്സൻ്റെ മെയിൽ ബോക്സിൽ പോവുകയും ആ മെയിൽ ബോക്സിൽ നിന്ന് അദ്ദേഹത്തിന് ആ മെയിൽ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ലിങ്കോ കാണുന്നതിനും അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാകുന്നതിനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു മെയിൽ ID നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇമെയിൽ ID നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന്, ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മൾ ഇമെയിൽ ID എടുക്കുന്നതിന് ഇമെയിൽ സ്ക്രാപ്പിംഗ് എന്നാണ് പറയുക.
സ്ക്രാപ്പ് ചെയ്തെടുക്കുക എന്ന് തന്നെ പറയുക. അപ്പോൾ ഇമെയിൽ സ്ക്രാപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്, അതും ഫ്രീ ആയിട്ട് എങ്ങനെ ചെയ്യുന്നു എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സ്ക്രാപ്പ് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരം ടൂൾസും ഈ ഇമെയിൽ സ്ക്രാപ്പിങ്ങിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രാപ്പ് ബോക്സ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ അതൊരു പെയ്ഡ് സർവീസാണ്. നമ്മൾ പൈസ കൊടുത്ത സ്ക്രാപ്പ് ബോക്സ് വാങ്ങിക്കുന്നു, എന്നിട്ട് അതിൽ നിന്നും നമ്മൾ ഓരോ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വെബ്സൈറ്റിൽ നിന്നും നമ്മൾ മെയിൽ ഐ ഡി നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അത്തരത്തിലല്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസിയായി ഞാൻ തരുന്ന മെത്തേഡിലൂടെ 100% ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ 100% ഫ്രീ ആയി തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇമെയിൽ സ്ക്രാപ്പിംഗ് നടത്താൻ പറ്റുന്നതാണ്. ഇമെയിൽ സ്ക്രാപ്പിംഗ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഉപകാരം, ഒന്ന്, നിങ്ങളുടെ അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിന് അത് വളരെയധികം ഉപയോഗം ചെയ്യും. അതുകൂടാതെ തന്നെ ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ ഈ സ്ക്രാപ്പ് ചെയ്ത മെയിൽ ഐ ഡികൾ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ധനസമ്പാദനം നടത്താം എന്നുള്ളത് വീഡിയോകളും ഞാൻ ഇതിന് ശേഷം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. അപ്പം തീർച്ചയായും ഈ വീഡിയോ ഒരു കണ്ടിന്യൂഷൻ സീരീസ് തന്നെയാണ്. അപ്പോൾ ആ സീരീസ് പൂർണ്ണമായും കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീഡിയോ മാത്രമായി കണ്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു അന്തവും കുന്തവും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായി വരുന്ന വീഡിയോകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള രീതിയിലൂടെ ധനസമ്പാദന മാർഗ്ഗങ്ങൾ ഞാൻ കൊണ്ടുവന്ന് തരുന്നതാണ്. ഒരു ഓൺലൈൻ ധനസമ്പാദനത്തിനായി നമ്മൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഒരേ ഒരു മാർഗ്ഗം മാത്രം ശ്രമിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ പലരും, ഒരുപാട് പേർ ചെക്ക് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുകയും ചെക്ക് ഇന്ത്യയിലൂടെ ധനസമ്പാദനം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെക്ക് ഇന്ത്യയെ മാത്രമായി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ ചെക്ക് പോലെ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് കിട്ടാൻ പറ്റുന്ന ട്യൂട്ടർമി എന്നൊരു ആപ്ലിക്കേഷനെ പറ്റി ഞാൻ എൻ്റെ മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്യൂട്ടർമിയിൽ നിങ്ങൾ പോയി നോക്കാൻ വേണമെങ്കിൽ. ചെക്ക് ഇന്ത്യയിൽ ട്രൈ ചെയ്യുന്നവർക്ക് ട്യൂട്ടർമി ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കില്ല, കാരണം രണ്ടും ഏകദേശം ഒരുപോലെയുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും പണം ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞിരുന്നത്, അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിനെ പറ്റി. അപ്പോൾ ആർക്കും ഒന്ന് ശ്രമിച്ചു നോക്കാവുന്ന കാര്യങ്ങളാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. അപ്പോൾ അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിലൂടെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള മെയിൽ ഐ ഡികൾ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കണം നിങ്ങൾ പഠിക്കണം. എങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരേ സമയം 10-15 മാർഗ്ഗങ്ങളിലൂടെ ഓൺലൈൻ ധനസമ്പാദനത്തിനായി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം പോലെ ഒരു പക്ഷേ നിങ്ങൾക്ക് 1 ലക്ഷമോ 2 ലക്ഷമോ അതിലധികമോ പണം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ സമ്പാദിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ എത്തരത്തിലാണ് ഇമെയിൽ സ്ക്രാപ്പിംഗ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു റെക്കോർഡിംഗ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ റെക്കോർഡിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ തീർച്ചയായും ശ്രദ്ധയോടെ കണ്ടിരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം നമുക്ക് നമ്മുടെ സ്ക്രീൻ റെക്കോർഡിങ്ങിലേക്ക് പോകാം. അപ്പം നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നിങ്ങളൊരു കാര്യം സെർച്ച് ചെയ്യണം. നമ്മൾ ആദ്യമായി നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ക്രോം ബ്രൗസറോ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്ജോ വാട്ടെവർ ദ ബ്രൗസർ യു യൂസിങ് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഷെയ്ൻസ് ടൂൾ എന്ന് നമ്മൾ അടിക്കുക. SHANES ടൂൾ, ഷെയ്ൻസ് ടൂൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് കിട്ടും. നമ്മൾ ആ വെബ്സൈറ്റിൽ പോവുക. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ ഷെയ്ൻസ് ടൂൾ എന്ന് ഒരു സ്വിച്ച്, ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഈ ബട്ടണിൽ നമ്മളിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് മുകളിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വിടുക. അതായത് ഇത് ഫേവറേറ്റ്സ് ബാറാണ്. ഫേവറേറ്റ്സ് ബാർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടുവന്ന് വിട്ടേക്കുക. അപ്പോൾ നമുക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ഷെയ്ൻസ് ടൂൾ എന്ന് ഒരു ടൂൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ബാറിൽ. അപ്പം ഇത് ഏതാണ് ബാറെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബ്രൗസറിൽ ഇത്തരത്തിലൊരു ബാർ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഒന്നും വിഷമിക്കേണ്ട, ഇതൊരു ഫേവറേറ്റ്സ് ടൂൾ ബാറാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഇങ്ങനെ ബുക്ക് മാർക്ക് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. ബുക്ക് മാർക്കിൽ ഷോ ബുക്ക് മാർക്സ് ബാർ കണ്ടില്ലേ, ഷോ ബുക്ക് മാർക്സ് ബാർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനിതിവിടെ ഓഫാക്കി കഴിഞ്ഞാൽ അത് പോയി, വീണ്ടും ഇവിടെ പോകുന്നു. ഇത് ക്രോമാണ്, ക്രോം ബ്രൗസറാണ്. ക്രോം ബ്രൗസറിൽ നിങ്ങൾ ആദ്യം മുകളിലുള്ള ഈ 3 മെനുവിൽ പോകുന്നു. അതിനുശേഷം ബുക്ക് മാർക്സ് എന്നുള്ളത് എടുക്കുന്നു. ഷോ ബുക്ക് മാർക്സ് ബാർ കണ്ടില്ലേ, അപ്പോൾ ആ ബാർ അവിടെ ഓപ്പൺ ആയി. നമ്മൾ ഈ ബട്ടനെ വലിച്ചു കൊണ്ടുവന്ന് ഈ ബാറിലാണ് വെച്ചത്. ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് ഈ ബാറിൽ വെച്ചു. ബാറിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അതാ രണ്ടാമത് ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരെണ്ണം മതി. അപ്പം രണ്ടാമത് ഒരെണ്ണം കൂടെ അവിടെ വന്നു. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഗൂഗിളിൽ പോകുന്നു. നമ്മൾ ഗൂഗിൾ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പോകുന്ന മെയിൽ ഐ ഡി, ഇപ്പോൾ ഞാനിപ്പോൾ അമേരിക്കയിലെ മെയിൽ ഐ ഡി ആണ് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ സൈറ്റിൽ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ലിങ്ക്ഡിനിൽ നിന്നും നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പോകുന്നത് വിചാരിച്ചോളാം. അപ്പോൾ സൈറ്റ് സെർച്ച് ഇതേ രീതിയിലായിരിക്കണം. സൈറ്റ് എന്ന് അടിച്ചിട്ട് കോളൻ വേണം. കോളൻ കഴിഞ്ഞിട്ട് ലിങ്ക്ഡ് ഇൻ
linkedin.com linkedin.com. ഇപ്പോൾ മനസ്സിലായി, സൈറ്റ് linkedin.com ആണ്. ഒരു കാരണവശാലും ഇവിടെ സ്പേസ് ഉണ്ടാവരുത് കേട്ടോ. സൈറ്റ് linkedin.com. അത് കഴിഞ്ഞിട്ടൊരു സ്പേസ്. ആ സ്പേസിൽ നമ്മൾ ഏത് രാജ്യത്തുള്ള മെയിൽ ഐ ഡിയാണ് എടുക്കാൻ പോകുന്നത്? USA. നമ്മൾ USA-യിൽ നിന്നുള്ള മെയിൽ ഐ ഡി എടുക്കാൻ പോകുന്നു. നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്യുമ്പം ഒരു കൊട്ടേഷൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒരു വ്യത്യാസവുമില്ലാതെ അത്തരത്തിലുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ മാത്രമേ സെർച്ച് റിസൾട്ട് വരുള്ളൂ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്, ഒരു കുറച്ച് സ്പേസ് ഇട്ടിട്ട് അടുത്തത് എടുക്കുന്നു. നമ്മൾ മെയിൽ ഐ ഡി ജിമെയിൽ ഐ ഡിയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം ജിമെയിൽ ഐ ഡി വന്നിട്ട് എൻഡ് ചെയ്യുന്നത് gmail.com എന്നായിരിക്കും. അപ്പോൾ @gmail.com. അപ്പോൾ നമ്മൾ എടുക്കുന്നത് linkedin.com-ൽ USA എന്നും gmail.com എന്നുമുള്ള ഒരു സെർച്ചാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മളിനി ഗൂഗിൾ സെർച്ച് കൊടുത്തു. സെർച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ നോക്കൂ, ഇത്രയും കാര്യങ്ങൾ വന്നു. ഇതിൽ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നോക്കൂ, ഇതിലിപ്പോൾ ആകെ വന്നത് 10 എണ്ണമാണ്. അപ്പോൾ 10 എണ്ണമുള്ള ഒരുപാട് പേജ് വന്നു. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു കാര്യമുണ്ട്. നോക്കൂ, നമ്മളിവിടെ പോവുക, സെറ്റിങ്സിൽ പോയിട്ട് സെർച്ച് സെറ്റിങ്സ് എടുക്കുക. സെർച്ച് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരു സെർച്ചിൽ 10 റിസൾട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്, ഫാസ്റ്റായിട്ട് വരാൻ വേണ്ടി. നമ്മളിത് മാക്സിമം ആക്കി കൊടുക്കുക. അപ്പോൾ മാക്സിമം എന്ന് വെച്ചാൽ 100 സെർച്ച് റിസൾട്ട് വരും. അപ്പോൾ നമ്മൾ നേരെ താഴേക്ക് പോകുന്നു, സേവ് എന്ന് കൊടുക്കുന്നു. സേവ് കൊടുക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, ഞാൻ റോബോട്ട് അല്ല എന്ന് കണ്ടുപിടിക്കാൻ പറയും. അപ്പം നമ്മളിങ്ങനെ കൊടുക്കുന്നു. ഇവിടെ ഒരു ക്യാപ്ച വന്നിട്ടുണ്ട്, നമ്മൾ ആ ക്യാപ്ച വെരിഫൈ ചെയ്യണം. ഇതിൽ വന്നിരിക്കുന്നത് ഓൾ ഇമേജസ് വിത്ത് ടാക്സീസ് ഉള്ള ഇമേജസ് ഒക്കെ ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 1 2 3 വെരിഫൈ. അപ്പം അതിന് മനസ്സിലായി ഞാൻ ഇതല്ലാന്ന്. അപ്പോൾ നമ്മുടെ സെർച്ച് കറക്റ്റാണ്. സൈറ്റ് linkedin.com ആണ്. USA എന്നും വേണം, gmail.com എന്നും വേണം. അപ്പോൾ ആദ്യത്തെ 100 റിസൾട്ടാണ് ഇപ്പം നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഈ ഒരു സെർച്ചിൽ നമുക്ക് ഡിറൈവ് ആയിട്ടുള്ളത് 2,17,000 റിസൾട്ടുകളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെർച്ച് ഇവിടെ വന്നു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ ആദ്യം കൊണ്ടുവച്ച ഷെയ്ൻസ് ടൂൾസ് ഉണ്ട്. ആ ഷെയ്ൻസ് ടൂൾസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. കണ്ടില്ലേ, ഷെയ്ൻസ് ടൂൾസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും താഴെ നിന്ന് മുകളിലേക്ക് രണ്ടാമത്തത് സ്ക്രാപ്പ് ഇമെയിൽസ്. ഞാൻ ഇമെയിൽ സ്ക്രാപ്പ് ചെയ്യാൻ പോവാണ്. കണ്ടോ, അതായത് ഈ 100 റിസൾട്ടിൽ എത്ര ജിമെയിൽ ഐ ഡി ഉണ്ടോ ആ ഐ ഡി മുഴുവൻ എനിക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഇതിനെ മുഴുവൻ ഇങ്ങനെ കോപ്പി ചെയ്യുന്നു, എന്നിട്ട് കോപ്പി എന്ന് കൊടുക്കുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ വിൻഡോസിൽ നിന്ന്, അതായത് സ്റ്റാർട്ട് മെനുവിൽ നിന്ന് നമ്മുടെ MS വേർഡ് എടുക്കുകയാണ്. MS വേർഡ് എടുത്തതിന് ശേഷം ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ ആദ്യം തന്നെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ ആ കോപ്പി ചെയ്ത സാധനം ഞാനിവിടെ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പേസ്റ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾക്കറിയോ, നോക്കൂ, ഞാൻ ആദ്യത്തെ 100 സെർച്ചിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇവിടെ കാണിക്കുന്നുണ്ട്, 90 ഇമെയിൽ ഐ ഡികൾ എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ കണ്ടു, വെറും 1 മിനിറ്റിൽ എനിക്ക് കിട്ടിയത് 90 ഇമെയിൽ ഐ ഡിയാണ്. 1 മിനിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ ഈ പേജിലേക്ക്, നമ്മുടെ സെർച്ച് പേജിലേക്ക് പോകുന്നു. സെർച്ച് പേജിൽ പോയതിന് ശേഷം നമ്മളുടെ ഏറ്റവും താഴെ ചെന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ പേജ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അത് രണ്ടാമത്തെ പേജ് എടുത്തു. രണ്ടാമത്തെ പേജ് എടുത്തിട്ട് വീണ്ടും ഞാൻ അതേ ജോലി തന്നെ ചെയ്യുന്നു. ഷെയ്ൻ ടൂൾസിൽ പോകുന്നു, സ്ക്രാപ്പ് ഇമെയിൽസ് കൊടുക്കുന്നു. അപ്പോൾ സ്ക്രാപ്പ് ഇമെയിൽ കൊടുക്കുമ്പോഴത്തേനും അവിടെ വീണ്ടും അത്രയും തന്നെ മെയിൽ ഐ ഡി, അതായത് ഈ രണ്ടാമത്തെ പേജിൽ എത്ര മെയിൽ ഐ ഡി ഉണ്ടോ അത്രയും മെയിൽ ഐ ഡി വന്നു. ഞാൻ അതിനെ കോപ്പി ചെയ്യുന്നു. വീണ്ടും ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. കണ്ടില്ലേ, ഇത്തരത്തിലാണ് നമ്മൾ മെയിൽ ഐ ഡികൾ സ്ക്രാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു പ്രാവശ്യം ഞാനത് സ്ക്രാപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യം സ്ക്രാപ്പ് ചെയ്തപ്പോഴത്തേനും എനിക്ക് ഏകദേശം 180ഓളം മെയിൽ ഐ ഡികൾ എനിക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പം വെറും ഈസിയാണ് ഈ സ്ക്രാപ്പിംഗ് എന്നുള്ള പരിപാടി. ഇനിയിപ്പോൾ മൂന്നാമത്തെ പേജിലേക്ക് ഞാൻ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് കാണാം, ഇവിടുന്ന് പോകുന്നു, നേരെ പോയി മൂന്നാമത്തെ പേജ് എടുക്കുന്നു. കണ്ടില്ലേ, മൂന്നാമത്തെ പേജ് എടുത്തു. മൂന്നാമത്തെ പേജ് എടുത്തിട്ട് ഞാൻ ഈ ടൂൾസ് എടുത്തിട്ട് ഇമെയിൽ സ്ക്രാപ്പ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള മെയിൽ ഐ ഡിയും വന്നു. കണ്ടോ, മെയിൽ ഐ ഡി വന്നു കഴിഞ്ഞു. അപ്പം അത്ര ഈസി ആയിട്ട് നമുക്ക് മെയിൽ ഐ ഡികൾ സ്ക്രാപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ സ്റ്റോർ ചെയ്ത ഈ മെയിൽ ഐ ഡികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപാട് മെയിൽ ഐ ഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മെയിൽ ഐ ഡികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരേ ഒരു പ്രാവശ്യം സ്ക്രാപ്പ് ചെയ്തെടുക്കുന്ന മെയിൽ മതി നിങ്ങൾക്ക് ഒരു ദിവസത്തേക്കുള്ള ഫുൾ മെയിലിങ്ങിന്. 100 എണ്ണം ധാരാളം മതി. 100 എണ്ണം മാത്രം അയച്ചാൽ മതി. അതിൽ 10% ആൾക്കാർ വ്യൂ ചെയ്യുകയാണെങ്കിൽ പോലും, അതിൻ്റെ 10% ആൾക്കാർ കാണുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ കണ്ടു എങ്ങനെയാണ്
നമ്മൾ ഇമെയിൽ സ്ക്രാപ്പ് ചെയ്തെടുത്തതെന്നല്ലേ. ഇനി ഈ ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ട് മെയിൽ മെർജ് എന്ന ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസിയായ ഒരു കാര്യമാണ്. ഒരു സ്പ്രെഡ്ഷീറ്റും ഒരു മെയിലർ ആപ്ലിക്കേഷനും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ മെർജ് ഉപയോഗിച്ചുകൊണ്ട് 1000-ഓ 10,000-ഓ ലക്ഷമോ ആൾക്കാർക്ക് ഒരേ സമയം മെയിൽ അയക്കാം. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അത്തരത്തിൽ 1000-ഉം 10,000-ഉം ആൾക്കാർക്ക് മെയിൽ അയക്കാതെ നിങ്ങൾ കുറച്ച് സമയം എടുത്തുകൊണ്ട് ഒരു ദിവസം മാക്സിമം 100 പേർക്ക് മാത്രം മെയിൽ അയക്കുക. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ 1000-കണക്കിനോ അല്ലെങ്കിൽ 10,000-കണക്കിനോ മെയിൽ ഐ ഡികളുണ്ട്. നിങ്ങൾക്കൊരു 10,000 മെയിൽ ഐ ഡി ഉണ്ടാക്കാൻ നിങ്ങൾ മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ ആണ്. പക്ഷേ അത്രയും മെയിലുകൾക്ക് നിങ്ങൾ ഒന്നിച്ച് മെയിൽ ചെയ്യാതെ ഒരു ദിവസം മാക്സിമം 100 പേരിലേക്ക് മാത്രമായി ലിമിറ്റ് ചെയ്തുകൊണ്ട് ഓരോ മെയിലിലും ഒരു 4-5 പേർക്ക് മാത്രം മെയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇത് അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെയിലുകൾ സ്പാം ഫോൾഡറിൽ പോവാതിരിക്കുകയും നിങ്ങളുടെ മെയിലുകൾക്കുള്ള വിസിബിലിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മെയിലുകളിലൂടെ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാവുകയും ഒരു പക്ഷേ നിങ്ങൾ അയച്ചു കൊടുക്കുന്നത് US-ലേക്കാണെന്ന് തന്നെ വിചാരിക്കുക. ഭൂമിയുടെ നേരെ അപ്പുറത്തുള്ള ഭാഗത്ത് ഒരു പകൽ അവിടെ ഇരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന 100 മെയിലിൽ 10 പേർ ആ മെയിൽ ഓപ്പൺ ചെയ്യുകയും അതിൽ 2 പേർ മാത്രമെങ്കിലും ആ മെയിലിൽ നിന്നും ഉള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ലിങ്ക് വഴി കയറി ആ കയറുന്ന ലിങ്കിലൂടെ അയാൾ മറ്റൊരു പ്രോഡക്റ്റ് വാങ്ങിയാൽ പോലും തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്മീഷൻ കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പോലും നിങ്ങളുടെ ഇൻകം അവിടെ ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇനി നിങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു US സൈറ്റിനെ അല്ലെങ്കിൽ ഞാൻ ഇനി വീണ്ടുമുള്ള വീഡിയോകളിലൂടെ അത്തരത്തിലുള്ള അഫിലിയേറ്റഡ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്ന അമേരിക്കൻ സൈറ്റുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സൈറ്റുകളിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഡോളർ വരുമാനമാണ് ഉണ്ടാകുന്നത്. ഒരേ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 20-ഉം 25-ഉം ഡോളറൊക്കെ ഒരു ദിവസം നിങ്ങൾ ഓർക്കാപ്പുറത്തുണ്ടാകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വരുമാനം കിട്ടുന്ന രീതിയിലുള്ള സൈറ്റുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഇത് ഫലപ്രദമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാൻ മടിക്കുകയേ വേണ്ട. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ആ സംശയം ദൂരീകരിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി നല്ലൊരു ധനസമ്പാദന മാർഗവുമായി അല്ലെങ്കിൽ നല്ലൊരു ടെക്നിക്കൽ വീഡിയോയുമായി നിങ്ങളെ കാണുന്നത് വരെ ബൈ.